ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3 ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ നടുക്കത്തെ ഒരു കറുപ്പ് കളറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. നിങ്ങൾ മിക്സിയിലിട്ടൊന്നും അടിക്കുകയൊന്നും വേണ്ട, ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് നമ്മുടെ ഡേറ്റ്സും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് അതുപോലെ ഓരോ ഡേറ്റ്സ് എടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെന്ന കാഷ്യൂനട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ് ഈ ഒരു സ്നാക്സ്. നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കിത് കുട്ടികൾക്ക് പിന്നെ നമുക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടാനായിട്ട് പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ കുറച്ച് കസ്കസാണ്. കസ്കസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. നമ്മൾ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴത്തിൻ്റെ കൂട്ടുനിന്ന് കുറച്ചായിട്ടൊന്ന് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കാരണം നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഡേറ്റ്സും അതുപോലെ തന്നെ കാഷ്യൂനട്ടൊക്കെ ചേർത്ത് അതും കൂടെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് നല്ല രീതിക്ക് എടുക്കണം. നമ്മൾ ഈ ഉന്നക്കായൊക്കെ ചെയ്തെടുക്കില്ലേ, അതേ പ്രോസസ്സ് തന്നെയാണ് ഇതും. നന്നായിട്ട് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഈ ഒരു കസ്കസിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓയിലിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നമ്മളങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നെയ്യൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഇതെല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫില്ലിങ് ഒരു ഡേറ്റ്സിന് പകരമായിട്ട് ഡേറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ കാഷ്യൂനട്ട് വെച്ച് നേരത്തെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വല്ല പിസ്തയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കപ്പലണ്ടി ആണെങ്കിലും മതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട്, കഴിക്കാൻ അതിലേറെ സ്വാദായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ബൈ.